പത്തനംതിട്ട കൊടുമണ്ണിൽ രാജ്യവിരുദ്ധ പോസ്റ്ററിട്ട സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവുമായി ബി.ജെ.പി. കൊടുമൺ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസനാണ് പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, കൊടുമൺ പഞ്ചായത്തിലാണ് അവിടുത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട്, കാരണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഈ പോസ്റ്റ് വന്നിട്ടുള്ളത്. ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസനാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടത്. ഇപ്പോൾ പ്രതിഷേധം അവിടെ ശക്തമായി തുടരുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി. വിനോദ, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട്, വിമർശിച്ചുകൊണ്ട്, ഒപ്പം രാജ്യവിരുദ്ധമായിട്ടുള്ള പോസ്റ്റ് ഇട്ട കൊടുമൺ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസനെതിരെ നേരത്തെ ബി.ജെ.പി. പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഇയാൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നില്ല, കേസെടുത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാത്തതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നത്. ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 27-ാം തീയതിയാണ് CPM CI2 ബഹുജന സംഘടനാ കൂട്ടായ്മയുടെ പോസ്റ്റ് റോബിൻസൺ എന്ന ഈ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെയർ ചെയ്തുകൊണ്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു പോസ്റ്റ് പ്രചരിപ്പിച്ചത്. ഇതുമാത്രമല്ല, ഇദ്ദേഹം ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും, നിരവധിയായിട്ട് രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള സർക്കാർ ജോലിയിൽ തുടരുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നു എന്നതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി.ജെ.പി. കൊടുമൺ പോലീസിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. ഇതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവരെയെല്ലാം വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെല്ലാം പരിഹസിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഇയാൾ സർക്കാർ ജീവനക്കാരനായിട്ടുള്ള റോബിൻസൺ എന്ന വ്യക്തി നിരന്തരം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ബി.ജെ.പി. ചൂണ്ടിക്കാണിച്ച പരാതിയിൽ ഉള്ളത്. ഈ പരാതിയിൽ കൂടുതൽ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ബി.ജെ.പി. ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നത്. പോലീസ് ഇവിടെ മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഇയാൾക്കെതിരെ കൂടുതൽ നടപടികൾ വേണം, കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ബി.ജെ.പി. പ്രവർത്തകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകാത്ത പക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഈ റോബിൻസൺ എന്ന സർക്കാർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള വ്യക്തിക്കെതിരെ നടപടി വേണം. അത് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു എന്നത് മാത്രമല്ല, രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പോസ്റ്റ്, അത് രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് മുന്നേറുമ്പോൾ കേന്ദ്രമന്ത്രിമാരെയും മറ്റും അധിക്ഷേപിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച ഈ റോബിൻസൺ എന്ന ഈ ഹെൽത്ത് ഇൻസ്പെക്ടർക്കെതിരെ തക്കതായിട്ടുള്ള നടപടി വേണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ രീതിയിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് ബി.ജെ.പി. കടക്കുന്നത്. ഇതിനോടകം തന്നെ 27-ാം തീയതി ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് റോബിൻസൺ എന്ന സർക്കാർ ജീവനക്കാരൻ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ കൊടുമൺ പോലീസിൽ ബി.ജെ.പി. പരാതിയും നൽകുന്നു. പക്ഷേ ആ പരാതിയിൽ നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നതിനുള്ള കാര്യമായി ഉയർന്നു വന്നത്. എത്രയും വേഗം തന്നെ നടപടി ഉണ്ടാകണം. സർക്കാർ തലത്തിലും ഈ ഹെൽത്ത് വിഭാഗത്തിൽ നിന്നും, ആരോഗ്യ വിഭാഗത്തിൽ നിന്നായാലും, അതോടൊപ്പം തന്നെ പോലീസിൽ നിന്നായാലും ഇത്തരത്തിലുള്ള നടപടി വേണം എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നു വരുന്ന കാര്യം. ഇപ്പോൾ ബി.ജെ.പി. സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി നിതിൻ ശിവ സംസാരിക്കുന്നുണ്ട്. എന്താണ് ഉടനടിയുള്ള ഒരു നടപടിയല്ലേ, അടിയന്തരമായിട്ടുള്ള ഒരു നടപടിയല്ലേ ഇത്തരത്തിൽ ഒരു രാഷ്ട്രവിരുദ്ധ പോസ്റ്റ് ഇട്ട ഇദ്ദേഹത്തിനെതിരെ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇനി പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ്. ഇല്ല, ഇത് 3 ദിവസമായി ഈ പോസ്റ്റ് വന്നിട്ട് 3 ദിവസമായി ഈ പോസ്റ്റ് വന്നിട്ടും ഇതുവരെ യാതൊരു തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ട് 27 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഈ നിമിഷം വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് എടുത്തു, റെസിപ്റ്റ് തന്നതല്ലാതെ ആ കേസ് എടുത്ത തരത്തിലുള്ള യാതൊരു നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ഒരു ആസൂത്രണം, ഒരു പാർട്ടിയുടെ നിലപാട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമല്ല ഞങ്ങൾക്ക് സംശയം, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ, വർക്ക് ചെയ്യുന്ന വാർഡിൽ, ആ വാർഡിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനം അദ്ദേഹം ചെയ്യുന്നില്ല. ആ സ്വന്തം വാർഡിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് പോകുന്നില്ല. ആ കിട്ടുന്ന ഫണ്ട്, കിട്ടുന്ന പൈസ എന്തിന് ചെലവാക്കുന്നു എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ ഈ അടിയന്തരമായിട്ട് ഇതിൻ്റെ അകത്തൊരു നിലപാട് എടുത്തില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരമായി മുന്നോട്ട് പോകും.
കാരണം ഇത് വെയിറ്റ് ചെയ്തെടുക്കേണ്ട തീരുമാനമല്ല. ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു, അത് ജെനുവിൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ ആ സമയത്ത് തന്നെ അടിയന്തരമായിട്ട് അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്നും അന്വേഷണ വിധേയമായിട്ടെങ്കിലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് വേണം ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ തന്നെ ഈ CPM CITU ബഹുജന കൂട്ടായ്മയുടെ ഒരു പോസ്റ്റാണല്ലോ അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടി തലത്തിലും അദ്ദേഹത്തിനുള്ള ബന്ധം, ഈ ഇടത് ഹാൻഡിലുകൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയവിരുദ്ധമായിട്ടുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നു എന്നത് കൂടിയല്ലേ ഇതിലൂടെ വ്യക്തമാകും. നമുക്കറിയാം ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചു. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയുടെ നിലപാട് എന്തായിരുന്നു? ഈ ഒരു വിഷയം ഉണ്ടായി ഒരു നാട് വിറങ്ങലിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി 100% പാകിസ്ഥാൻ അനുകൂലമായ രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയത്. അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന ബഹുജന സംഘടനകൾ ഇതിനപ്പുറത്തോട്ട് എങ്ങനെ അദ്ദേഹം പെരുമാറാൻ പറ്റും? അപ്പൊ ഞങ്ങളുടെ ചോദ്യം ഇതാണ്, CPM-ന്റെ നിലപാട്, ആ നിലപാട് ഈ CPM-ന്റെ ഓരോ പ്രകടനത്തിലും അവർ പാർട്ടി ക്ലാസുകൾ അവർ പറയുന്നുണ്ട്. പക്ഷേ അതൊരു സർക്കാർ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് സാധാരണപ്പെട്ട ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വാങ്ങിച്ച് പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഈ തരത്തിലുള്ള ഫിക്സ് പോസ്റ്റ് ഇടാൻ പാടില്ല. അത് പാർട്ടി വിലക്കത്തിൽ ഞങ്ങൾ സംശയം. ഞങ്ങൾ പറഞ്ഞ വലിയൊരു ആരോപണം, അദ്ദേഹത്തിന്റെ സഹോദരി അടൂർ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ കേസെടുക്കാത്തത് എന്നാണ് ഞങ്ങൾക്ക് പൂർണ്ണമായി ഞങ്ങൾക്ക് വിശ്വാസം. പോലീസിൽ നിന്ന് എന്ത് വിവരമാണ് ലഭിക്കുന്നത്? 24 മണിക്കൂർ കഴിഞ്ഞല്ലോ, കേസെടുക്കാത്തത് എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇതും കിട്ടുന്നില്ല. പിന്നെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, പോലീസ് ഉദ്യോഗസ്ഥരായാലും ആരായാലും ഞങ്ങളോട് പറയുന്നത് അതൊരു ഷെയർ പോസ്റ്റ് അല്ലേ, പോസ്റ്റ് ഇട്ടാളുടെ അതേ ഇന്റൻഷനാണ് ഷെയർ ചെയ്തതിന്റെ മാനസിക വിചാരവും. ആ പോസ്റ്റ് തയ്യാറാക്കിയാണ് എന്ത് ചിന്തയാണോ ആ ചിന്തയാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്ത മാനസികാവസ്ഥ. നടപടി എടുക്കണം എന്നുള്ളതാണ് BJP-യുടെ ആവശ്യം. ഇതൊരു സൂചനാ സമരമാണ്. ഈ സമരത്തിന്റെ രൂപം ഭാവവും വരും ദിവസങ്ങളിൽ മാറും. തീർച്ചയായും നടപടി ഉണ്ടാവുന്ന വരെ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ സമരമായി തന്നെ ശക്തമായ നടപടി ഈ റോബിൻസണെതിരെ ഉണ്ടാകണം എന്നുള്ളതാണ് BJP ആവർത്തിക്കുന്ന നിലപാട്. അത് സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകണം. പോലീസ് കേസെടുത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും കടക്കണം. ഇല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് BJP പറയുന്നു. സൂചന പ്രതിഷേധം മാത്രമാണിത്. വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നത് സാഹചര്യം ഉണ്ടാകും. ഇനി നടപടി ഉണ്ടായില്ലെങ്കിൽ എന്നുള്ളതാണ് BJP ഓർമ്മപ്പെടുത്തുന്നത്. വലിയ രീതിയിലുള്ള രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന, അത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ട് ശേഷം രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി നടത്തുന്നു. അത് അംഗീകരിക്കാനാവുന്നതല്ല. അതിന് കൃത്യമായ നടപടി വേണം എന്നുള്ളത് തന്നെയാണ് BJP ആവർത്തിച്ച് പറയുന്ന കാര്യം. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, തീർത്തും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പ്രതിരോധ വിഭാഗത്തെയും എല്ലാം തീർത്തും അപമാനിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സർക്കാർ ജീവനക്കാരനായിട്ടുള്ള കൊടുമൺ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള റോബിൻസൺ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് തീർത്തും അപമാനം നടത്തുന്ന രീതിയിൽ, രാഷ്ട്രത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നു വരുന്നത്. വിനോദ്, വ്യക്തമാണ്. പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ ഗ്രാമപഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ ആണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത നടപടിക്കെതിരെയാണ് BJP ഇപ്പോൾ അവിടെ ശക്തമായ സമരവുമായി രംഗത്ത് വരുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സഹോദരി പോലീസിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ മൃദു സമീപനം സ്വീകരിക്കുന്നത് എന്നാണ് BJP-യുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.